ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമുക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളൊരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങുകയുണ്ടായി. അതിന് കാരണം ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ കൺസൾട്ടിങ്ങിൽ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് മന്ത്ലി ഒരു 3 lakhs മുതൽ 6 lakh വരെയൊക്കെയാണ് കൺസൾട്ടിങ് ഫീസായിട്ട്. ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കാൻ ഏകദേശം ഒരു 2 lakh മുതൽ മുകളിലേക്ക് 2.5 3 lakh ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. കാരണം അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഫേസ് വൈസ് ആയിട്ടുള്ള പ്ലാനുകളാണ്. പക്ഷേ പല ആളുകളും ചെറിയ ബിസിനസ്സുകളോ സ്റ്റാർട്ടപ്പുകളോ ഒക്കെ വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യും, ചെറിയ ഒരു ഇതിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പലപ്പോഴും നമുക്ക് നമ്മളുടെ ഒരു മാനവേഴ്സും അല്ലെങ്കിൽ നമ്മളിടുന്ന ഒരു എഫർട്ടും ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടും ചിലപ്പോൾ നമുക്ക് ഡാറ്റ ബൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബിസിനസ് മോഡൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഞങ്ങൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡിവിഷൻ ആരംഭിച്ചു. അപ്പോൾ അത് മൈക്രോ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം ഇത്രയും ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം 20-25 കോളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ഡിവിഷൻ തുടങ്ങുന്നത്, ചെറിയ സംരംഭങ്ങളെ അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറേ ബിസിനസ് പ്ലാനുകളൊക്കെ ചെയ്തു കൊടുത്തു. നമ്മൾ 30,000, 40,000, 30,000 മുതൽ ഏകദേശം ഒരു 80,000 രൂപ വരെയുള്ള ഫീസിലാണ് നമ്മൾ ഇത്തരം ബിസിനസ് പ്ലാനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ ബിസിനസ്സുകൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ് അതിൽ നിന്ന് പറയുന്നത്. പലപ്പോഴും ഈ മൈക്രോ ആളുകൾ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും ഇവർക്ക് സംരംഭകത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ വലിയ ബിസിനസ്സുകാർ ഓൾറെഡി ആ സംരംഭകത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിലൂടെ കുറേ നടന്ന് അതിൻ്റെ കുറേ തിരിച്ചടികൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അവരോട് നമുക്ക് ഈ ഫിലോസഫിയും കോൺസെപ്റ്റും പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി പെട്ടെന്ന് കണക്റ്റഡ് ആവും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെയോ അഡ്വൈസസിൻ്റെയോ വാല്യൂ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മൈക്രോസ്കോപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുറച്ചൊന്ന് നിർത്തിവെച്ചു. കാരണം പല ആളുകൾക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലാകുന്നില്ല. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത്? അതായത് ചെറിയ മൈക്രോ സംരംഭകർ, എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എങ്കിൽ പോലും മൈക്രോ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുള്ള പല ആളുകൾക്കുമുള്ള വലിയ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഒപ്പം തന്നെ വിജയിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈവൻ തകർന്നു പോയിട്ടുള്ള വലിയ ബിസിനസ്സുകൾ അടക്കമുള്ള ആളുകൾ, ആ സംരംഭകർക്ക് ഉള്ളതും എന്നാൽ പുതിയ സംരംഭകർക്ക് അല്ലെങ്കിൽ മൈക്രോ സംരംഭകർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. സാധാരണ സംരംഭങ്ങൾ ഉണ്ടായി വരുന്ന ഫ്രെയിംവർക്കിനെ നമ്മൾ പറയുന്നത് വിമോസ ഫ്രെയിംവർക്ക് എന്നാണ്. വിമോസ എന്ന് പറഞ്ഞാൽ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവുകൾ, ടാർഗറ്റുകൾ, അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രാറ്റജികൾ, അതിൽ നിന്നുണ്ടാകുന്ന ആക്ഷൻ പ്ലാനുകളിൽ നിന്നുണ്ടാകുന്ന ടാസ്കുകൾ, ആ ടാസ്ക് വെച്ചിട്ടാണ് പൈസ ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു സംരംഭകന് വേണ്ടത് വലിയ കാഴ്ചപ്പാടാണ്, വിഷനാണ്. വിഷനിൽ നിന്ന് മിഷൻ ഉണ്ടാകണം, അതായത് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യണമെന്നുള്ള കൃത്യത ഉണ്ടാവണം. അതിൽ നിന്ന് പ്രൊഡക്റ്റുകളും സർവീസുകളും ഉരുത്തിരിയണം. അതിൽ നിന്ന് ടാർഗറ്റുകൾ ഉണ്ടാകണം. അതിൽ നിന്നായിരിക്കണം സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവണം. അതിൽ നിന്ന് ഓരോരുത്തർക്കും വേണ്ട ജോബ് റെസ്പോൺസിബിലിറ്റീസും ടാസ്കുകളും ഉണ്ടാവണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൈസ ഉണ്ടാകുന്നു. ഈ കോൺസെപ്റ്റാണ്. ഇത് വലിയ സംരംഭകർക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അവർ ഈ ഒരു ഫ്രെയിംവർക്ക് പഠിച്ചിട്ടല്ലെങ്കിൽ പോലും ഈ ഫ്രെയിംവർക്ക് ഓട്ടോമാറ്റിക്കലി പ്രാവർത്തികമാക്കിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ, ചെറിയ ആളുകളൊക്കെ, അവർ ചാടി ഇറങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നത് അത് നേരെ തിരിഞ്ഞാണ് ഇവരുടെ ഫ്രെയിംവർക്ക്. അവർ വിചാരിക്കുന്ന പൈസയാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ടാസ്കുകൾ, ഈ ടാസ്കുകൾക്ക് വേണ്ടിയുള്ള ചില റെസ്പോൺസിബിലിറ്റി അലോക്കേഷനുകൾ, അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ, അൾട്ടിമേറ്റ്ലി അയാളുടെ വിഷനിലേക്ക് എത്തും. നേരെ തിരിഞ്ഞാണ്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ മണിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സംരംഭകരൊന്നും തന്നെ വിജയിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ ചെറിയ വിജയങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും, എങ്കിൽ പോലും അത് ഒരുപാട് മുന്നോട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ മൈക്രോസ്കോപ്പിന് വേണ്ടിയിട്ട് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ള ഏകദേശം സാധാരണ നമ്മുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്ന ഒരു 97% ഒക്കെ. ഇത്രയും നാൾ 2700-ലധികം പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ ഒരു 3% ആൾക്കാർ പലതരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ട് പോയിട്ടുണ്ടാവും. അത് പലപ്പോഴും അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയുക. കാരണം ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ പ്രവർത്തിച്ചാൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരേണ്ട കാര്യമില്ല. ഒരു 3% ആൾക്കാരുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഈ മൈക്രോസ്കോപ്പ് തുടങ്ങിയപ്പോൾ ഒരു 20% ആളുകൾ ഡിസാറ്റിസ്ഫൈഡ്. 80% സാറ്റിസ്ഫൈഡ് തന്നെയാണ്. എന്നാലും ഒരു 20% ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ റിസർച്ച് നടത്തിയപ്പോഴാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പറയുന്ന ബിസിനസ് പ്ലാൻ ഇത്രയും മാത്രം വാല്യൂ ഉള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. അവർ പലപ്പോഴും ഇതിനെ വളരെ ഉപരിപ്ലവമായിട്ടാണ് കാണുന്നത്, വളരെ സൂപ്പർഫിഷ്യലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു കടലാസ് ഡോക്യുമെൻ്റ് മാത്രമാണ്. നമ്മൾ തിയറികളല്ല പറയുന്നത്, പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിൽ പോലും അവർക്ക് അതിനുള്ള ദീർഘവീക്ഷണം പലപ്പോഴും ഉണ്ടാകാറില്ല. ഇങ്ങനെ പല ആളുകളും നമ്മളുടെ അടുത്തൊരു ഡിസാറ്റിസ്ഫാക്ഷൻ പറഞ്ഞപ്പോൾ നമ്മളവരെ വിളിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചു. എങ്കിൽ പോലും അവരെ പുറകോട്ട് വലിക്കാൻ കൂടെ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 2-3 ആളുകളൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിൽ ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതൽ വിശ്വാസം ഉണ്ടാകാം, എന്നാൽ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ വിശ്വാസക്കുറവുണ്ടാകും, അവർ പിടിച്ചു വലിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ്, നിങ്ങൾ തുടങ്ങുന്ന വളരെ ചെറിയൊരു സംരംഭമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൈക്രോ സംരംഭമായിരിക്കാം, സ്റ്റാർട്ടപ്പ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഒരു കൃത്യമായ വിഷനും മിഷനും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് പ്രൊഡക്റ്റും സർവീസെങ്കിലും കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ ബിസിനസ് മോഡലും റവന്യൂ മോഡലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തിക്കുകയെങ്കിലും വേണം. എന്നിട്ട് കൃത്യമായ ഒബ്ജക്റ്റീവുകളും ടാർഗറ്റുകളും വെച്ചുകൊണ്ട് ആക്ഷൻ പ്ലാൻ ഡിസൈൻ ചെയ്യണം. എന്നിട്ടാണ് പൈസയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. പലപ്പോഴും ഈ പൈസയെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിനെ കുറിച്ച് ആദ്യമേ ആലോചിക്കണം കേട്ടോ. നമ്മൾ എത്രയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും, അതിനെ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റേണ്ടത്, ആദ്യം ആലോചിക്കണം. അല്ലാതെ ഇൻകം വരുന്നതിനെക്കുറിച്ച് മാത്രമല്ല ആദ്യം ആലോചിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പം മിക്ക ആളുകളും നേരെ തിരിച്ചാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, അതിന് പ്ലാൻ ഉണ്ടാവില്ല, ക്യാപിറ്റലിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഇൻകത്തെക്കുറിച്ച് വലിയ മനക്കോട്ടകൾ കെട്ടിയിട്ടുണ്ടാവും. ഇവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവിഷൻ പതിയെ നിർത്തലാക്കി. എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെൻറ്ററിങ് സർവീസുകളുണ്ട്, 1-to-1 മെൻറ്ററിങ് സർവീസുകളുണ്ട്. ആ സർവീസുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതും നിങ്ങളുടെ കൺസൾട്ടിങ് റെഡിനെസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം. കാരണം കൺസൾട്ടിങ് റെഡിനെസ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, അല്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഞങ്ങൾക്ക് ആ ഒരു കൺസൾട്ടിങ് റെഡിനെസ് ഇല്ലല്ലോ, അതുണ്ടാക്കാനാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത്. അപ്പോൾ അതില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്. ഞങ്ങളുടെ സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ പോലുള്ള ലീഡർഷിപ്പ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് കോഴ്സുകൾ, ആ ട്രെയിനിങ് കോഴ്സുകളിലൂടെ കടന്നു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിഷനും മിഷനും ഒക്കെ വളരെ സ്ട്രോങ്ങർ ആവും. അപ്പോൾ CBL എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം 9 ബാച്ചോളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 20ഓളം ആളുകൾ എല്ലാ ബാച്ചിലുമുള്ള ഒരു പ്രോഗ്രാമാണ്. 150-ലധികം സംരംഭകർ അതിൽ നിന്ന് പഠിച്ചു പാസ്സായിട്ടുള്ള സർട്ടിഫൈഡ് ലീഡർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംരംഭകരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൺസൾട്ടിങ് റെഡിനെസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് CBLലേക്ക് വരാം. എന്നാൽ കൺസൾട്ടിങ് റെഡിനെസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭങ്ങളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.